ഇസ്രയേലിനെ ആക്രമിക്കാൻ ആരെങ്കിലും കൈ ഉയർത്തിയാൽ ആ കൈ വെട്ടിക്കളയും പറയുന്നത് ഇസ്രയേലിൻ്റെ പ്രതിരോധ മന്ത്രിയായ ഇസ്രായേൽ കാറ്റ്സ് ആണ്. അതായത് ഇസ്രയേലിനെ ആക്രമിക്കാൻ നടത്തുന്ന ഓരോ ശ്രമത്തിനും കനത്ത വില നൽകേണ്ടി വരുമെന്നും ഇസ്രായേൽ കാറ്റ്സ് പറയുന്നു. അതായത് യമൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഹൂത്തികൾ ഇപ്പോൾ ഇസ്രയേലിന് നേരെ തുടർച്ചയായി ആക്രമണങ്ങൾ നടത്തുന്നു. ഈ ആക്രമണങ്ങൾ നടത്തിയതിന് ശേഷം ഇസ്രയേൽ ശക്തമായി തിരിച്ചടി നൽകി. അതായത് ഹൂത്തികളുടെ നിയന്ത്രണത്തിലുള്ള പവർ സ്റ്റേഷനാണ് ആക്രമിച്ച് നശിപ്പിച്ചത്. ഇവിടുത്തെ ജനറേറ്ററുകളെല്ലാം തന്നെ പ്രവർത്തനരഹിതമായി. അവിടെ നിന്ന് വൻതോതിൽ തീയും പുകയുമൊക്കെ ഉയരുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നു. അതിനുശേഷമാണ് ഇസ്രായേൽ കാറ്റ്സ് പറയുന്നത് കഴിഞ്ഞ കുറച്ച് നാളായിട്ട് യമൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഹൂത്തികൾ വലിയ ആക്രമണങ്ങൾ വലിയ ഭീതിയാണ് ഇസ്രായേലിന് നേരെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഏതാണ്ട് 2000 കിലോമീറ്ററോളം അകലെയുള്ള ഇസ്രായേലിൽ നിന്ന് ഇപ്പോൾ ഹൂത്തികളുടെ ആസ്ഥാനത്തേക്ക് ആക്രമണം നടത്തുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കാരണം ഗസയിലെ പ്രശ്നങ്ങൾ ഏതാണ്ട് തീർക്കാനുള്ള ശ്രമങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് നീക്കുന്നു. ഗസയുടെ നിയന്ത്രണം പൂർണ്ണമായിട്ടും ഇസ്രായേലിൻ്റെ കയ്യിലേക്ക് വരാൻ പോകുന്നു. ഇതിനു വേണ്ടിയിട്ട് അവശേഷിക്കുന്ന ഹമാസ് പ്രവർത്തകരെയും ഇല്ലാതാക്കാനാണ് ശ്രമം. ഏതാണ്ട് 1,00,000-ഓളം വരുന്ന ഇസ്രായേൽ സേന ഹമാസിനെ പൂർണ്ണമായിട്ടും നിരായുധീകരിക്കാൻ അല്ലെങ്കിൽ അവരെ തീർക്കാൻ വേണ്ടി അവിടേക്ക് എത്തുകയാണ്. ഒപ്പം വ്യോമസേനയുടെ പിന്തുണയുമുണ്ട്. ഇത്തരം ഒരു നീക്കം നടത്തുന്ന മുന്നിൽ കണ്ടുകൊണ്ട് ഹമാസ് വളരെ പെട്ടെന്ന് വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നു. അതായത് 60 ദിവസം വെടിനിർത്താൻ ഞങ്ങൾ തയ്യാറാണ്. ഈജിപ്റ്റ്, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളുടെ മധ്യസ്ഥ ശ്രമങ്ങളെ തുടർന്നാണ് തങ്ങൾ ഈ തീരുമാനമെടുത്തതെന്നും പറയുന്നു. ഇവിടെയാണ് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ നിലപാട് ശ്രദ്ധേയമാകുന്നത്. കാരണം ഇപ്പോൾ ഇസ്രായേൽ അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല. ഈ ഹമാസ് പറയുന്നത് പോലെ ഒരു വെടിനിർത്തലിന് ഇനി ഇസ്രായേൽ തയ്യാറാകണം. അപ്പോൾ വെടിനിർത്തലൊക്കെ പ്രഖ്യാപിക്കുമ്പോഴും പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ചെങ്കടലിൽ എല്ലായ്പ്പോഴും ആക്രമണം നടത്തുന്നത് ഹൂത്തികളായിരുന്നു. ഇസ്രയേലിൻ്റെ കപ്പലുകൾക്ക് നേരെ നിരന്തരം ആക്രമണം നടത്തി. നേരത്തെ ഹമാസും അതുപോലെ തന്നെ ഇസ്രയേലും തമ്മിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചപ്പോൾ അപ്പോഴും ഈ ചെങ്കടലിൽ ഇസ്രയേലിന് നേരെയുള്ള കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തി. എന്തിന്? അമേരിക്കൻ കപ്പലുകൾ പോലും ഈ ആക്രമണത്തെ ഭയന്ന് കഴിയേണ്ട സാഹചര്യമുണ്ടായി. തുടർന്ന് ഡൊണാൾഡ് ട്രംപ് ഹൂത്തികളുമായിട്ട് ഒരു ഒത്തുതീർപ്പ് ചർച്ചയിലെത്തുന്നു. അങ്ങനെ ഈ ബോംബിംഗ് പാറ്റേൺ ഒന്ന് അവസാനിപ്പിക്കണം, അതായത് ഹൂത്തികൾക്ക് നേരെ യമന് നേരെയുള്ള ഇസ്രയേലിൻ്റെ ആക്രമണം അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞു. അമേരിക്ക പറഞ്ഞു ഞങ്ങളുടെ ഭാഗത്തുനിന്ന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല. അങ്ങനെ അമേരിക്കൻ കപ്പലുകളെ ചെങ്കടൽ വഴി കടന്നു പോകാനായിട്ട് ഹൂത്തികൾ അനുവദിക്കുന്നുണ്ട്. പക്ഷേ ഇസ്രായേൽ കപ്പലുകൾക്ക് നേരെ ആക്രമണം തുടരുകയും ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ തുടർച്ചയായിട്ട് ആക്രമണം നടത്തിയതോടുകൂടി പോർട്ടുകൾക്ക് നേരെ, അതായത് തുറമുഖങ്ങൾക്ക് നേരെയാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത്. അതായത് ചെങ്കടലിൻ്റെ തുറമുഖ നഗരമായ ഹൊദൈദയിലെ 3 പോർട്ടുകളിൽ നിന്ന് ആളുകൾ ഒഴിഞ്ഞു പോകണമെന്ന് നേരത്തെ ഇസ്രായേൽ ആവശ്യപ്പെട്ടു. എന്നിട്ട് അവിടേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തി. കാരണം സാധാരണക്കാരായ സിവിലിയൻസിനെ കൊല്ലാൻ ഇസ്രായേൽ ഒരു കാരണവശാലും താല്പര്യപ്പെടുന്നില്ല. ഇവിടെ ഹമാസിന് അനുകൂലമായ നിലപാടുമായിട്ട് ഇപ്പോൾ UN രംഗത്തേക്ക് വരുന്നു. UN പറയുന്നു ഹമാസിനെ ഒരു ഭീകര സംഘടനയായി ചിത്രീകരിക്കുന്നത് തെറ്റാണ്. അവർ ഭരണപരവും അതുപോലെ തന്നെ സേവന പാരമ്പര്യവും ഒക്കെയുള്ള ഒരു സംഘടനയാണ്. ഈ മേഖലയിൽ തന്നെ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഹമാസുകാർ. അപ്പോൾ അവരെ ഉന്മൂലനം ചെയ്യണമെന്ന് ഇസ്രായേൽ പറയുന്നത് ശരിയല്ല. അപ്പോൾ പേരെടുത്ത് ഇസ്രായേലിനെ പറയാതെ പറയുകയാണ് ഹമാസിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണയില്ലാത്തവരാണ് അവരെ ലോകമധ്യത്തിൽ മോശക്കാരായി ചിത്രീകരിക്കുന്നത്. ഇവർ ആശുപത്രികൾ, സ്കൂളുകൾ, അതുപോലെ തന്നെ മറ്റ് പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ള സെൻറ്റേഴ്സൊക്കെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകളെ എന്തിനാണ് നശിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത്? അപ്പം ഹമാസ് ഇപ്പോൾ വെടിനിർത്തലിന് തയ്യാറായിട്ട് മുന്നോട്ട് വന്നു, എന്നിട്ടും ഇസ്രായേൽ തയ്യാറാകുന്നില്ല. ഇവിടുത്തെ പ്രശ്നം എന്താ? അവശേഷിക്കുന്ന ബന്ദികളെയും കൂടെ വിട്ടുകിട്ടിയില്ലെങ്കിൽ ഹമാസിൻ്റെ തുരങ്കങ്ങൾ, അവരുടെ ബങ്കറുകളെല്ലാം തന്നെ പൂർണ്ണമായിട്ടും നശിപ്പിക്കാനായിട്ട് ഇസ്രായേൽ തീരുമാനമെടുത്തിരുന്നു. ഏതാണ്ട് 18ഓളം ബന്ദികളാണ് ഇനി ഹമാസിൻ്റെ കൈവശമുള്ളത്. ഈ ഹമാസ് ഈ പറയുന്ന വെടിനിർത്തലിനോട് ഇസ്രായേൽ യോജിച്ചില്ലെങ്കിൽ ഇവരെ ഹ്യൂമൻ ഷീൽഡായിട്ട് മുമ്പിൽ നിർത്തിയുള്ള ആക്രമണത്തിന് ഈ ഹമാസ് തയ്യാറെടുക്കുന്നു. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഹൂത്തികളെ ഉപയോഗിച്ച് യമനിൽ നിന്ന് ആക്രമണം നടത്തുന്നത്. അപ്പോൾ ഇറാൻ്റെ പൂർണ്ണമായ പിന്തുണ ഹൂത്തികൾക്കോ ഹമാസിനോ ഇപ്പോൾ ലഭിക്കുന്നില്ല. എങ്കിലും അവരുടെ പ്രോക്സികൾ എന്ന നിലയിലാണ് ഈ ആക്രമണങ്ങൾ നടത്തുന്നത്. അതായത് 50ഓളം ബന്ദികൾ ഇപ്പോഴും ഹമാസിൻ്റെ കൈവശമുണ്ടെന്നും 20ഓളം പേർക്ക് ജീവനുണ്ടെന്നുമാണ് വിലയിരുത്തപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്രയേലിനുള്ളിൽ ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ വലിയ പ്രതിഷേധവും പ്രക്ഷോഭവും ഒക്കെ വരുന്നു. അവശേഷിക്കുന്ന ബന്ദികളെ ജീവനോടെ വേണമെന്നാവശ്യപ്പെട്ട് ഈ ബന്ദികളുടെ ബന്ധുക്കളായിട്ടുള്ള ആൾക്കാർ, അവരെ സപ്പോർട്ട് ചെയ്യുന്ന മനുഷ്യാവകാശ സംഘടനകളെല്ലാം തന്നെ 10,000-കണക്കിന് ആളുകൾ തെരുവിലേക്ക് ഇറങ്ങുകയാണ്. അതുകൊണ്ട് ഗസയിലേക്ക് നേരിട്ടൊരു ആക്രമണം നടത്തി മുഴുവൻ ആളുകളെയും കൊന്നു തീർക്കാനൊന്നും കഴിയില്ല. ഇപ്പം വടക്കൻ ഗസയിലേക്ക് ആളുകളെ മാറ്റിക്കൊണ്ട് പോവുകയാണ്
ഇസ്രായേൽ ചെയ്യുന്നത്. അത് അവിടേക്കുള്ള സാധനങ്ങൾ, ഭക്ഷ്യവസ്തുക്കൾ ഇതൊന്നും തടയുന്നില്ല. അപ്പോൾ ഹമാസ് അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട UN സംഘടനകളിൽപ്പെട്ട ചിലർ പറയുന്നത് അവിടെ ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പാക്കി മാറ്റി അവിടെ ആക്രമിക്കാനാണ് ഇസ്രായേലിൻ്റെ പദ്ധതി എന്നാണ്. ഇസ്രായേൽ എന്താണ് ചെയ്യുന്നതെന്ന് ഇപ്പോൾ ഹമാസിന് അല്ലെങ്കിൽ ഗസയിലെ നിവാസികൾക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വെടിയുതിർത്തുകൊണ്ട് ഇസ്രായേലിനെ ഭയപ്പെടുത്താനാണ് ഹൂത്തികൾ ശ്രമിക്കുന്നതെങ്കിൽ ഓരോ മണിക്കൂറിനും വലിയ വില അവർ നൽകേണ്ടി വരുമെന്നും ഇപ്പോൾ പറയുന്നുണ്ട്. അപ്പോൾ ഹൂത്തികളുടെ നിയന്ത്രണത്തിലുള്ള ടെലിവിഷൻ ചാനലുകൾ തന്നെയാണ് ഇവിടുത്തെ ആക്രമണം സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ പുറം ലോകത്തിന് മുന്നിൽ അറിയിക്കുന്നത്. അപ്പോൾ 10 ബന്ദികളെ ഇപ്പോൾ വിട്ടുതരാം, പകരം ഏതാണ്ട് 200ഓളം വരുന്ന പലസ്തീൻ തടവുകാരെ വിട്ടു നൽകണമെന്നാണ് ഹമാസ് മുന്നോട്ട് വെച്ചിരിക്കുന്ന ആവശ്യം. ഇത് ഇസ്രായേൽ ചെവിക്കൊണ്ടിട്ട് പോലുമില്ല. അതുകൊണ്ടാണ് ഇസ്രായേൽ ക്യാറ്റ്സ് പറയുന്നത്, ഞങ്ങൾക്കെതിരെ ആരെങ്കിലും കൈ ഉയർത്തിയാൽ ആ കൈ വെട്ടിമാറ്റും. അതായത് ഹൂത്തികളെ തീർക്കാനായിട്ട് ഇസ്രായേൽ ഒരു വശത്തുനിന്ന് തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി അമേരിക്ക എന്ത് നിലപാടെടുക്കുന്നു എന്ന് പോലും ഈ ബെഞ്ചമിൻ നെതന്യാഹു ആലോചിക്കുന്നില്ല. നമുക്കറിയാം 2023 നവംബറിൽ ഒക്ടോബറിലാണ് ഈ പറയുന്ന ഹമാസ് ഇസ്രായേൽ കയറി കൂട്ടക്കൊലയൊക്കെ നടത്തിയത്. അതിനുശേഷം നവംബർ മാസത്തോടുകൂടി ഇസ്രായേൽ തിരിച്ചടി തുടങ്ങി. ആ സമയം മുതൽ ഹൂത്തികൾ ചെങ്കടലിലൂടെ ആക്രമണം നടത്തുകയാണ്. ഇസ്രായേലിൻ്റെ കപ്പലുകൾ ആക്രമിക്കുന്നു, ഇസ്രായേലിലേക്ക് പോകുന്ന ചരക്ക് കപ്പലുകളെ ലക്ഷ്യമിട്ട് തകർക്കാൻ ശ്രമിക്കുന്നു. എന്തിന്? മിസൈലുകൾ, ബാലിസ്റ്റിക് മിസൈലുകൾ, ക്രൂയിസ് മിസൈലുകൾ, ഡ്രോൺസ് ഇവയെല്ലാം തന്നെ ഇസ്രായേലിന് നേരെ ആക്രമണത്തിന് വേണ്ടിയിട്ട് തയ്യാറാക്കി വിടുന്നു. ഇതുകൊണ്ടാണ് ഇപ്പോൾ ക്യാറ്റ്സ് പറയുന്നത്, ഇനി ഞങ്ങൾ കാത്തിരിക്കില്ല, ഞങ്ങൾ അന്തിമ പോരാട്ടത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ സന എന്ന് പറയുന്ന യമൻ്റെ തലസ്ഥാന നഗരത്തിന് സമീപം 2 സ്ഫോടനങ്ങൾ കഴിഞ്ഞ ദിവസം ഉണ്ടായി. ഈ മേഖലയിലേക്ക് ബാലിസ്റ്റിക് മിസൈലുകളും ക്രൂയിസ് മിസൈലുകളൊക്കെ വന്ന് പതിച്ചതായിട്ടും അവർ പറയുന്നുണ്ട്. ഇതിന് ഇസ്രായേൽ പറയുന്ന കാര്യം, കാരണം ഹൂത്തികൾ അയച്ച മിസൈലുകൾ ഞങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനത്തെ തകർത്തു, അതിനുള്ള തിരിച്ചടിയാണ് ഞങ്ങൾ നൽകുന്നതെന്ന് പറയുന്നു. ഇത്തരത്തിൽ ഗാസ സിറ്റിയുടെ നിയന്ത്രണം ഞങ്ങൾ കയ്യിലാക്കാൻ പോവുകയാണ്. ഇനി അവിടെയുള്ള ഹമാസിൻ്റെ അവശേഷിക്കുന്ന മുഴുവൻ ആളുകളെയും ഞങ്ങൾ തീർക്കും. 1 ലക്ഷത്തോളം വരുന്ന ഞങ്ങളുടെ ആർമി അങ്ങോട്ടേക്ക് നീങ്ങിക്കഴിഞ്ഞു. വ്യോമസേന ഇതുപോലെ തന്നെ ഏരിയൽ വീക്ഷണം എല്ലാം തന്നെ നടത്തുകയാണ്. എവിടേക്കാണ് ഇവർ ഒളിച്ചിരിക്കുന്നത്, ഇവർക്ക് ഓടി രക്ഷപ്പെടാൻ കഴിയില്ല. ഹമാസ് ഇപ്പോൾ പറയുന്നത്, ഒരു അറബ് നിയന്ത്രണത്തിലുള്ള ഭരണകൂടം അവിടെ വന്നോട്ടെ, ഞങ്ങൾ ആയുധം വയ്ക്കില്ല, പകരം ആയുധമെല്ലാം വിശ്വാസമുള്ള മറ്റൊരിടത്ത് സൂക്ഷിക്കാമെന്നാണ് പറയുന്നത്. ഇതൊന്നും ഒരു കാരണവശാലും ഇസ്രായേൽ അംഗീകരിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഗസയുടെ പൂർണ്ണ നിയന്ത്രണം ഇസ്രായേൽ കൈവശപ്പെടുത്താനും ബന്ദികളെ മുഴുവൻ മോചിപ്പിക്കാനുമുള്ള അന്തിമ പോരാട്ടത്തിന് ഇസ്രായേൽ ഇറങ്ങുന്നു. അത് ഭയന്നിട്ടാണ് യമനിലെ ഹൂത്തികൾ ഇപ്പോൾ വീണ്ടും ആക്രമണം കടുപ്പിക്കാൻ പോകുന്നത്. അതോടുകൂടി ഇസ്രായേൽ ക്യാറ്റ്സ് പ്രതിരോധ മന്ത്രി പറയുന്നു, ഞങ്ങൾക്ക് നേരെയുള്ള ഓരോ ആക്രമണത്തിനും വലിയ വില യമൻ അല്ലെങ്കിൽ ഹൂത്തികൾ നൽകേണ്ടി വരും. ചുരുക്കം പറഞ്ഞാൽ ഇവിടെ ഗാസയുടെ നിയന്ത്രണം ഇസ്രായേൽ കൈവശപ്പെടുത്താനായിട്ട് പോകുന്നു. അതിനുള്ള ആർമി ഏതാണ്ട് വിന്യസിച്ചു തുടങ്ങിക്കഴിഞ്ഞു. അപ്പുറത്തേക്ക് ഹൂത്തികൾ എന്ന് പറയുന്ന ഇറാൻ്റെ പ്രോക്സികളെ പൂർണ്ണമായിട്ടും യമനിൽ നിന്ന് തുടച്ചു നീക്കാനും പോകുന്നു. അങ്ങനെ ഇനി ചെങ്കടൽ വഴി ഒരു കപ്പലിനു നേരെയും ആക്രമണം ഉണ്ടാകാത്ത വിധം ഹൂത്തികളെ തുടച്ചു നീക്കാനുള്ള ശ്രമങ്ങളാണ് ഇസ്രായേൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.